ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിൽ കഞ്ചാവുകാരും കൊലപാതകികളും അതുപോലെ വലിയ ഭീകരവാദികളൊക്കെ മാറാതെ ഒക്കെ നിൽക്കുന്നത് ആരുടെ ഇതുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ നിയമം ശരിയല്ല, പിന്നെ ഒരു കൂട്ടരും ശരിയല്ല. കാരണം പാർട്ടിയുടെ കൂടെ കിടന്ന് കളിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ. ഞാനല്ല, അനുഭവമുള്ള പലർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊന്ന് അറിയണം. ഇവിടെ കൊലപാതകികളും കഞ്ചാവ് കേസ്, വെട്ട്, കൊല എല്ലാ സംഭവങ്ങളും കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയും കൊട്ടിയം തഴുത്തല എന്നും പറഞ്ഞൊരു ഗുണ്ടയെ പിടിച്ചെന്നും പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ തന്നെ കാരണങ്ങളാണ്. ഇവരെയൊക്കെ അനുഭവമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കണേ, അല്ലെങ്കിൽ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെയുള്ള നിയമക്കാരുള്ളത് കൊണ്ടല്ലേ. ഇതൊക്കെ ചൊട്ടയിൽ നിർത്തിയിരുന്നെങ്കിൽ ഇതെല്ലാം കൂടുമോ? അതുപോലെ തന്നെ റോഡ് ആക്സിഡൻറ്റ്, ഇതൊക്കെ ഹെൽമെറ്റ് മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാം നോക്കണം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് നോക്കണം. എന്തുകൊണ്ട് പറയുന്നില്ല? എല്ലാം കൈയൊഴിഞ്ഞ് കളയാം. അല്ലെ പച്ചക്കറിയുടെ കേസുണ്ടല്ലോ, അതുപോലെയല്ല. ഒരു പച്ചക്കറി കേസിൻ്റെ കാര്യത്തിന് ചെന്നപ്പോൾ നമ്മളെ കേൾക്കാനുള്ള സമയമില്ല, അതൊക്കെ ഇങ്ങ് തഴഞ്ഞ് കളാം എന്നുള്ള രീതിയിൽ. ഇത് റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടോ വന്ന പ്രശ്നങ്ങളല്ലേ. അപ്പം നമ്മുടെ വാഹനങ്ങൾ കളഞ്ഞു പോയാലും അങ്ങനെ അങ്ങ് കരുതിയാൽ മതിയെന്ന്. അപ്പോൾ ഇതിനകത്തെല്ലാം സപ്പോർട്ട് ആരുടെയാണ്? പണം ഉള്ളവരെ നോക്കി മാത്രം ഇത് ചെയ്യരുത്, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് ഒന്നും പറ്റില്ല എന്നും പറഞ്ഞങ്ങ് വിധി എഴുതിയപ്പോൾ ദൈവം അത് കാണിക്കുന്നു.